ഞാൻ ഓമനിച്ചു വളർത്തിയ എന്റെ മകൾ പോലും ഇന്ന് എനിക്ക് തന്നെയാ, വിളിക്കത്ത് പോലുമില്ല. നിങ്ങൾക്ക് പലർക്കും അറിയില്ലാത്ത ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ ഇവിടുത്തെ ഒരു അന്തേവാസിയായിരുന്നു. എനിക്കൊരു അനാഥത്വം തോന്നിയപ്പോൾ ഞാൻ സ്വയം ഇവിടെ വന്ന് ഒരു 6 മാസം കിടന്നു. എന്റെ കൂടെ അഭിനയിക്കുകയും ഒരു വലിയ നാടക നടി കൂടി ഇരിപ്പുണ്ട്, ലൗലി. ഒരുപാട് 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 നാടകങ്ങൾ അഭിനയിച്ച് ഒരു നടിയാണ്. ഈ കൊല്ലം തുളസിയെ ഞാൻ ആർക്കും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി തന്നെ ആവശ്യമില്ലല്ലോ അല്ലെ. ചെറിയ വേഷങ്ങളിൽ മാത്രമേ അദ്ദേഹം അഭിനയിച്ചിട്ടുള്ളൂ എങ്കിലും മലയാള സിനിമയിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ സാധിച്ച നടനാണ് അല്ലെ കൊല്ലം തുളസി. അഭിനയത്തിലും ഭാവത്തിലുമെല്ലാം അദ്ദേഹത്തിൻ്റെതായ ഒരു യുണീക് സ്റ്റൈൽ ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും അദ്ദേഹത്തിന് അഭിനയ ശേഷിയെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയല്ല നമ്മൾ ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അതിന് മറ്റൊരു കാരണമുണ്ട്, അതിലേക്കാണ് നമ്മൾ വരുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ കൊല്ലത്തെ പത്തനാപുരത്തുള്ള ഗാന്ധി ഭവൻ ഇന്റർനാഷണൽ ട്രസ്റ്റിൽ വെച്ച് കൊല്ലം തുളസി നടത്തിയ ഒരു പ്രസംഗത്തിന്റെ 1.5 മിനിറ്റുള്ള ഭാഗം 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായി മാറിയിട്ടുണ്ട്. ഗാന്ധി ഭവൻ എന്ന് പറയുമ്പോൾ ഒരു ചാരിറ്റി ട്രസ്റ്റ് ആണ്. ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ വൃദ്ധസദനവും കുട്ടികൾക്ക് വേണ്ടിയുള്ള ഡേ കെയർ ഹോമും കിടപ്പ് രോഗികൾക്കുള്ള പരിചരണവും എല്ലാം ഉൾപ്പെടും. ഈ ഗാന്ധി ഭവനിൽ വെച്ച് നടന്ന എന്തോ പരിപാടിക്കിടെയാണ് കൊല്ലം തുളസി തന്റെ ജീവിതത്തെ കുറിച്ച് സംസാരിക്കുന്നത്. ഭാര്യ മക്കളും ഉപേക്ഷിച്ചു പോയി. ഒടുവിൽ ഇതേ ഗാന്ധി ഭവനിൽ തന്നെ അഭയം തേടേണ്ടി വന്ന തന്റെ ഭൂതകാലത്തെ കുറിച്ച് കൊല്ലം തുളസി പറയുമ്പോൾ അത് കേട്ട് നിന്ന് പലരും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി എന്നുള്ളതാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. ഞാൻ ഓമനിച്ചു വളർത്തിയ എന്റെ മകൾ പോലും എനിക്ക് തന്നെയാ, വിളിക്കത്ത് പോലുമില്ല. നിങ്ങൾക്ക് പലർക്കും അറിയില്ലാത്ത ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ ഇവിടുത്തെ ഒരു അന്തേവാസിയായിരുന്നു. എനിക്കൊരു അനാഥത്വം തോന്നിയപ്പോൾ ഞാൻ സ്വയം ഇവിടെ വന്ന് ഒരു 6 മാസം കിടന്നു. എന്റെ കൂടെ അഭിനയിക്കുകയും ഒരു വലിയ നാടക നടി കൂടി ഇരിപ്പുണ്ട്, ലൗലി. ഒരുപാട് 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 നാടകങ്ങൾ അഭിനയിച്ച് ഒരു നടിയാണ്. സ്റ്റേറ്റ് അവാർഡുകൾ വാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ആരുമില്ല. സ്വന്തം അമ്മയെ കൊണ്ട് അവരിവിടെ വന്നിരിക്കുകയാണ്. ലൗലിക്ക് ലൗലിയുടെ അമ്മയെ വിട്ട് പിരിയാൻ വയ്യ. മാതൃസ്നേഹമാണല്ലോ ഏറ്റവും വലുത്. ഭർത്താവും മക്കളും പറഞ്ഞ നിങ്ങൾ തള്ളെ കൊണ്ട് എവിടെങ്കിലും കൊണ്ട് കളയുന്ന ഒരമ്മയെ കൊണ്ട് കളയാൻ ലൗലിക്ക് കഴിഞ്ഞില്ല. ബുദ്ധിമുട്ടായി, പീഡനങ്ങളായി, പ്രയാസങ്ങളായി, ദാരിദ്ര്യമായി. ആയകാലത്ത് ഉണ്ടാക്കിയതെല്ലാം പിള്ളേരെ പഠിപ്പിച്ചു. പിള്ളേരത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരാ. അവരിവിടെ വന്ന് അഭയം പ്രാപിച്ചിരിക്കുക. 2 കൈ നീട്ടി ഗാന്ധി ഭവൻ അവരെ സ്വീകരിച്ചു. ഇതാണ് അവസ്ഥ, മനുഷ്യന്റെ അവസ്ഥ. ഞാനും എന്റെ ഭാര്യയായാലും എന്റെ മകളുമായിട്ടൊക്കെ ഒരാൾ തിരസ്കരിച്ചു വേണമെങ്കിൽ പറയാം. അവരൊക്കെ എന്നെ ഉപേക്ഷിച്ചു. ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു അവസരത്തിലാണ് ഞാൻ ഇവിടെ അഭയം തേടുന്നത്. ഞാൻ ഓമനിച്ചു വളർത്തിയ എന്റെ മകൾ പോലും ഇന്ന് എനിക്ക് തന്നെയാ. വലിയ എഞ്ചിനീയറാണ്, മരുമോൻ ഡോക്ടറാണ്. അവർ ആസ്ട്രേലിയ സെറ്റിലായിരിക്കും. ഒന്ന് വിളിക്കത്ത് പോലുമില്ല. അവർക്ക് ഞാൻ വെറുക്കപ്പെട്ടവനാണ്. ഒരു പിടി നമ്മുടെ കയ്യിൽ വേണം. കാര്യം ഏത് സമയത്താണ് എന്ത് സംഭവിക്കുന്നറിയില്ല. ഇതൊക്കെ നമുക്കെല്ലാം ഒരു പാഠമാണ്. ഓക്കെ, ഇദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് നമുക്കറിയില്ല. ഇദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായ എന്തെങ്കിലും ഭാഗപ്പിഴവ് കൊണ്ടാണോ ഭാര്യ മക്കളും ഇദ്ദേഹത്തെ ഉപേക്ഷിച്ച് പോയതെന്നും നമുക്കറിയില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇദ്ദേഹം ക്യാൻസർ എന്ന മാരകമായ രോഗവുമായി മല്ലിടുന്ന സമയത്താണ് ഇദ്ദേഹത്തിന്റെ ഭാര്യ ഇദ്ദേഹത്തെ ഉപേക്ഷിച്ച് പോകുന്നത്. ഒരു ഇന്റർവ്യൂവിനിടയിൽ ഇദ്ദേഹം പറഞ്ഞതാണിത്. അതൊന്ന് കണ്ടോക്കാം. ഇനി വിവാഹത്തിലേക്ക് വരാം. അവിചാരിതമായാണ് വിജയലക്ഷ്മി മുന്നിലെത്തുന്നത്. പിന്നീട് ഒരു സിനിമയിലെ കഥ പോലെ അത് നീങ്ങുന്നു. ഇപ്പോൾ ഓർക്കുമ്പോ എന്താ തോന്നുന്നത്? വേണ്ടായിരുന്നു തോന്നുന്നുണ്ട് പലപ്പോഴും. അത് ഞാൻ എൻ്റെ കഥകളെല്ലാം ഈ ആത്മായനം എന്ന എൻ്റെ ആത്മകഥയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിൻ്റെ ആ ദുഃഖപൂർണമായ കഥയിലൂടെ ഇനി ഒരു തിരിച്ചുപോകൽ എനിക്ക് ആഗ്രഹമില്ല. കാര്യം അത് എല്ലാവർക്കും പലപ്പോഴായിട്ട് ഞാൻ പല പ്രസിദ്ധീകരണങ്ങളോട് പറയുകയും ഇൻ്റർവ്യൂലൊക്കെ പറയുകയും ചെയ്തതാണ്. അപ്പോൾ അതങ്ങനെ അങ്ങോട്ട് പോട്ട്. കാര്യം അവരിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അവർ എൻ്റെ ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നുണ്ട്. എനിക്കെതിരെ കേസുമൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വീണ്ടും ഒരു കേസിനുള്ള ഒരു വഴി ഉണ്ടാകട്ടെ. ഇപ്പം ഞാൻ എങ്ങനെയെങ്കിലും ഇനിയിപ്പം 76 വയസ്സായി. ക്യാൻസറാണ്, മഹാരോഗങ്ങളുണ്ട്. അല്ല, ക്യാൻസർ എന്ന ഈ രോഗം ശാരീരികമായി തളർത്തി, അതോടൊപ്പം മാനസികമായുള്ള തളർച്ച ഭയങ്കരമായിരുന്നില്ലേ? ജയലക്ഷ്മിയുടെ ഈ ഇറങ്ങിപ്പോക്കും കാര്യങ്ങളും മനസ്സിനെ തളർത്തിയില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ല, അത് ഒരിക്കലും ഒരു സ്ത്രീയും ഒരു ഭാര്യയും ചെയ്യാൻ പാടില്ലാത്തൊരു പ്രവൃത്തിയാണ് എൻ്റെ ഭാര്യ എന്നോട് ചെയ്തത്. കാര്യം ഞാൻ കീമോ എടുത്ത് 2ാം കീമോ എടുത്ത് തളർന്ന് അവശരായിട്ട് കിടക്കുമ്പോഴാണ് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. പിന്നെ ഒരിക്കലും വന്നിട്ടില്ല. പിന്നീട് ഒരിക്കലും വിളിക്കണമെന്ന് തോന്നിയിട്ടില്ലേ? എനിക്ക് അങ്ങനെ തോന്നുന്നത്. എന്നെ ഉപേക്ഷിച്ചിട്ട് എനിക്ക് എപ്പോഴാണ് ഒരു സഹായം വേണ്ടപ്പോഴാണ്. ഞാൻ ഭർത്താവ് രോഗബാധിതനായി തളർന്ന് കിടക്കുമ്പോൾ വലിയൊരു ഭാര്യയുടെ സേവനം വേണ്ടത്, സഹായം വേണ്ടത്, മേൽനോട്ടം വേണ്ടത്. അതില്ലാതെ പോയി മരണത്തിന് വിട്ടുകൊടുത്തിട്ട് പോകുന്ന ഒരു സ്ത്രീയെ എന്താ വിളിക്കേണ്ടത്? ഭാര്യ എന്ന് വിളിക്കാൻ പറ്റുമോ? അല്ല. ഓക്കെ, അത്രയും കാലം ഇദ്ദേഹത്തിന്റെ കൂടെ ജീവിച്ചിട്ട് ഒരു മാരക രോഗം വന്നപ്പോൾ ഇദ്ദേഹത്തെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടെങ്കിൽ അത് ഇദ്ദേഹത്തിന് ഭാര്യ ചെയ്ത വലിയൊരു തെറ്റ് തന്നെയാണ്. ഒരു രോഗമോ അതല്ലെങ്കിൽ മറ്റൊരു അപകടമോ വരുമ്പോൾ കൂടെ നിൽക്കുകയാണല്ലോ ഒരു പാർട്ണർ ചെയ്യേണ്ടത്. ഇനിയിപ്പോ അവർ തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിലും ഒരിക്കലും ഒരാൾ ഉപേക്ഷിച്ച് പോകാൻ പറ്റിയ സമയമല്ലത്. അതിലാർക്കും സംശയമില്ലല്ലോ അല്ലെ. ബാക്കി അവരുടെ കുടുംബ ജീവിതമാണ്. അവിടെ എന്തൊക്കെ സംഭവിച്ചു എന്ന് നമുക്കറിയില്ല. തന്റെ ദാമ്പത്യ ജീവിതം ദുഃഖം നിറഞ്ഞതാണ് എന്ന് കൊല്ലം തുളസി പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. സോ കൊല്ലം തുളസിയും ഭാര്യയും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിരിക്കണം. അതുകൊണ്ട് തന്നെ അതിലേക്ക് നമ്മൾ കൂടുതൽ കടക്കുന്നില്ല. പക്ഷെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഒരാൾ മാരക രോഗം വന്ന് ബുദ്ധിമുട്ടുമ്പോൾ ആയിരുന്നില്ല അവർ ഉപേക്ഷിച്ച് പോകേണ്ടിയിരുന്നത്.
ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ഉപേക്ഷിച്ച് പോയതിനൊപ്പം തന്നെ ഇദ്ദേഹത്തിന്റെ ഭാര്യ ഇവരൊരുമിച്ച് താമസിച്ചിരുന്ന വീടിന്റെ ഉടമസ്ഥാവകാശം കിട്ടാൻ വേണ്ടി കേസ് കൊടുക്കുകയും ചെയ്തു എന്നും കൊല്ലം തുളസി പറയുന്നുണ്ട്. ആന്ന് കേട്ടോക്കാം. ഒരു കോടതി ചെന്നാൽ കോടതി ആദ്യം പറഞ്ഞാണ് ഇത് കൊടുക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ താമസിച്ചിരുന്ന വീട് അവർക്ക് എൻ്റെ ഭാര്യയ്ക്കാണെന്ന് പറഞ്ഞ് കേസ് കൊടുത്ത് ഉടനെ ജഡ്ജി ഉടനെ അന്വേഷണം പോലും ചെയ്യാതെ അവർക്കത് പിന്നെ ജപ്തി ചെയ്ത് കൊടുക്കാൻ ഇതൊരുക്കും. വിധിയല്ല, ജപ്തി ചെയ്ത് എന്താണ് അറ്റാച്ച് ചെയ്തു. എന്നോട് ഒരു വാക്ക് പോലും ചോദിച്ചില്ല. ഒരു പെണ്ണ് എൻ്റെതാണെന്ന് പറഞ്ഞു മതി. അവസാനം കേസ് നടന്നു. 4 വർഷം കേസ് നടന്നു. അവർക്ക് കാണിക്കാനൊന്നുമില്ല. ഞാൻ കഷ്ടമടിച്ച് കാശുണ്ടാക്കിയ, ഞാൻ കാശ് എഴുതി ഉണ്ടാക്കിയ വീട് ഒന്നുമില്ല. 4 വർഷം എന്നെ ഈ നിയമം വലിച്ചെറിഞ്ഞ് ചവറ്റുകൂട്ടൽ അത് കത്തിക്കണം. പുരുഷന് അനുകൂലമായി ഇന്നൊരു സ്ത്രീ പറഞ്ഞാൽ മതി. ഇപ്പം കണ്ടല്ലേ. ഓക്കെ, സ്വന്തം ഭാര്യയിൽ നിന്നും മക്കളിൽ നിന്നും ഉണ്ടായ ഇത്തരം അനുഭവങ്ങൾ ഇദ്ദേഹത്തെ ഒരു സ്ത്രീ വിരോധിയാക്കി മാറ്റിയോ എന്നൊരു സംശയമുണ്ട്. കാരണം ഇദ്ദേഹം പലപ്പോഴും സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ചിലതൊക്കെ വിവാദവുമായിരുന്നു. പണ്ട് ഏതോ സ്ത്രീവിരുദ്ധ പരാമർശത്തിന്റെ പേരിൽ ഇദ്ദേഹത്തിനെതിരെ ഒരു കേസും ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഇദ്ദേഹത്തിന്റെ സ്ത്രീവിരുദ്ധ നിലപാടുകളോടൊന്നും നമുക്ക് ഒരു തരത്തിലും യോജിക്കാൻ പറ്റില്ല. പക്ഷെ പലപ്പോഴും ഒരു അച്ഛന്റെ ദുഃഖത്തെക്കുറിച്ച് ഇദ്ദേഹം പലപ്പോഴും സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇദ്ദേഹത്തിന് ഏതൊരു ഇന്റർവ്യൂ എടുത്ത് നോക്കിയാലും ഒരു അച്ഛൻ എന്ന നിലയ്ക്ക് താൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകളെ കുറിച്ചും അതുപോലെ തന്നെ പൊതുവെ അച്ഛന്മാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചും ഒക്കെ ഇദ്ദേഹം വാചാലനാവാറുണ്ട്. മകളൊന്ന് ഫോൺ വിളിക്കുക പോലും ചെയ്യാത്തതിന് ഇദ്ദേഹത്തിന് അത്രയും ദുഃഖമുണ്ട് എന്നർത്ഥം. ഒരു തവണ മകളെ വിവാഹം കഴിപ്പിച്ചയച്ചു, അത് ഡിവേഴ്സായി. വീണ്ടും മറ്റൊരു വിവാഹം കഴിപ്പിച്ചു. ശേഷം ഭർത്താവുമൊത്ത് അവൾ വിദേശത്ത് പോയി. ഇപ്പൊ അവൾ എന്നെ ഫോണിൽ പോലും വിളിക്കാറില്ല എന്നാണ് കൊല്ലം തുളസി പറയുന്നത്. മകൾ കല്യാണം കഴിച്ചു ഭർത്താവിന്റെ കൂടെ പോകുന്നതൊക്കെ സ്വാഭാവികമാണ്. അതിനിപ്പോ അവരെ കുറ്റപ്പെടുത്താനൊന്നും കഴിയില്ല. അവർക്ക് അവരുടേതായ ജീവിതം ഉണ്ടല്ലോ. പക്ഷെ ഇത്രയും കാലം വളർത്തി വലുതാക്കി അച്ഛനൊന്ന് ഫോൺ വിളിച്ച് സുഖവിവരം അന്വേഷിക്കാൻ പോലും അവർക്ക് കഴിയുന്നില്ല എങ്കിൽ, അതിനവർക്ക് സമയം കിട്ടുന്നില്ല എങ്കിൽ അത് വളരെ മോശം കാര്യം തന്നെയാണ്. ഞാൻ ഓമനിച്ച് വളർത്തിയ എന്റെ മകൾക്ക് പോലും ഇപ്പൊ എന്നെ വേണ്ട എന്നാണ് നമ്മൾ തുടക്കത്തിൽ കേട്ട പ്രസംഗത്തിൽ കൊല്ലം തുളസി പറയുന്നത് അല്ലെ. ഇൻസ്റ്റയിൽ വന്ന ആ റീലിനടിയിൽ ഒരു കമന്റും കൂടി വന്നിട്ടുണ്ടായിരുന്നു. ഞാനൊന്ന് വായിച്ചുതരാം. ഈ മനുഷ്യന്റെ മകൾ ഗായത്രിയും ഞാനും ഒന്നിച്ച് പഠിച്ചതാണ്. ഞാൻ ഓമനിച്ച് വളർത്തിയ മകൾ എന്ന് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ആ അച്ഛൻ ആ മകളെ സ്നേഹിക്കുന്നത് നേരിട്ട് കണ്ടും ഗായത്രിയുടെ വാക്കുകളിൽ അറിഞ്ഞതുമാണ്. സ്കൂൾ ടൈം കഴിഞ്ഞ് പിന്നെ കോണ്ടാക്ട് ഇല്ല. ഈ പറഞ്ഞത് കേട്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നി. ഓക്കെ, മകൾ ഓമനിച്ചാണ് വളർത്തിയതെന്ന് ഇദ്ദേഹം വെറുതെ പറഞ്ഞതല്ല എന്നർത്ഥം. എന്തായാലും ഭാര്യ ഉപേക്ഷിച്ച് പോയതിനേക്കാളും ദുഃഖം മകളൊന്ന് വിളിച്ച് സുഖവിവരം അന്വേഷിക്കാത്തതിലാണ് എന്ന് ഇദ്ദേഹത്തിന്റെ സംസാരം കേട്ടപ്പോൾ പലപ്പോഴും തോന്നിപ്പോയിട്ടുണ്ട്. ഒരു അച്ഛന്റെ ദുഃഖം എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതും കൂടി കേട്ടതിന് ശേഷം നമുക്ക് നിർത്താം. എനിക്ക് ഏറ്റവും വലിയ പ്രയാസം ഈ പുരുഷന്മാരെ അച്ഛന്മാർ വേദനിക്കുന്നത്. ഒരുപാട് പേരെ കണ്ണീര് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ബാക്കിയായിട്ട് ഞാൻ പറയും. ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് അയക്കുമ്പോൾ യാത്ര അയച്ച് അവസാനമായിട്ട് ചെറുക്കൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഈ പെണ്ണ് എൻ്റെ അമ്മയെ കെട്ടിപ്പിടിച്ച് കരയും. അപ്പോൾ ആ പെണ്ണ് അമ്മ അച്ഛനെ എവിടെയാണെന്ന് ചോദിച്ചാൽ അങ്ങനെ അവിടെ കാണ്ട് പുറത്ത് പോയി നിൽക്കുക. അങ്ങനെ എവിടെ പന്തലുകാരൻ നാളെ കാശ് കൊടുക്കാനുള്ള പണം എവിടുന്ന് കിട്ടുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ വിങ്ങിപ്പൊട്ടിരിക്കുക. അദ്ദേഹം കരയാറില്ല, കരഞ്ഞ് നമ്മളെ കാണിക്കാറില്ല. ആ അച്ഛനെ ആരും എല്ലാവരും മറക്കുന്നു. ഇത് കേട്ടോണ്ടിരിക്കുന്നതോടെ എനിക്ക് പറയാനുള്ളത്, ഒരു അച്ഛനെ തിരിച്ചറിയണം. നിങ്ങൾ നാളെ ഒരു അച്ഛനാകുമ്പോൾ അറിയും. പക്ഷെ ഇപ്പോഴേ കാലം കഴിഞ്ഞു പോകും. എൻ്റെ മകളോട് എനിക്ക് ജീവനായിരുന്നു. എനിക്കൊരു മകളെ ഉള്ളായിരുന്നു. എനിക്ക് പെൺമക്കളോട് ഭയങ്കര സ്നേഹമായിരുന്നു. എൻ്റെ വീട്ടിൽ എൻ്റെ സഹോദരിമാരോടൊക്കെ എനിക്ക് ജീവനായിരുന്നു. പക്ഷെ അവരെല്ലാം എനിക്ക് അവസാനം എൻ്റെ പ്രത്യേകിച്ച് ഒരു സഹോദരിയൊക്കെ എന്നോട് വളരെ ശത്രുതയിലാണ്. ഇവരെല്ലാം രക്ഷപ്പെടുത്തിയ ഒരാൾ, ജീവിതത്തിൽ രക്ഷപ്പെടുത്തിയ ഒരാളാണ്. അല്ലാതെ ഔദ്യോഗിക കാര്യത്തിന് ഞാൻ സഹായിച്ചിട്ടുള്ളൂ. ഞാൻ ആർക്കും ദ്രോഹം ചെയ്തിട്ടില്ല. അതുകൊണ്ടല്ലോ 13 ക്യാൻസർ വന്നിട്ട് 13 വർഷമായിട്ട് ഞാനിങ്ങനെ വേറെ പോലിരിക്കുന്നത്. ഈശ്വര കടാക്ഷം, ഈശ്വരൻ നടക്കുന്നതായാലും ഞാൻ ചെയ്തിട്ടുള്ളൂ. ഈശ്വരൻ നടക്കാത്തൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ആകാം ഇപ്പം ഞാൻ തെറ്റ് ചെയ്തിട്ടാണോ എൻ്റെ ഭാര്യയും അവിടെ എന്നെ ഉപേക്ഷിച്ചിട്ട് പോയത്? അല്ല, എൻ്റെ സമൂഹം ഒരുപക്ഷെ എന്നോടൊപ്പം ഉണ്ടാവും. അല്ലെ എനിക്ക് ദൈവം കൂട്ടു മതി. ഇപ്പം ചിലപ്പം കുറച്ച് ഇല്ല, വിളിക്കാറൊന്നുമില്ല. അവർ അകന്ന ജീവിതമാണ്. അതാണ് നല്ലത്. അങ്ങനെ ഇരിക്കട്ടെ, ഒറ്റയ്ക്ക് ജീവിക്കാൻ പഠിക്കട്ടെ അവളും ഞാനും. അതാണ് ഞാൻ പറഞ്ഞത്. അച്ഛനെ കൊണ്ടുള്ള കടമകളെല്ലാം കഴിഞ്ഞു. വിവാഹം കഴിച്ചു, പഠിപ്പിച്ചു, വിവാഹം കഴിച്ചു. 1-ന് 2 കഴിപ്പിച്ചു. ആദ്യത്തെ ഡിവോഴ്സ് ചെയ്ത് പോയി, 2ാമത് വിവാഹം കഴിപ്പിച്ചു. ഉചിതനായ ഒരു ഭർത്താവിനെ കണ്ടു, അത് ജോലി ചെയ്തു, അവിടെ പോയി. ഇനിയിപ്പോൾ അച്ഛനെ ആർക്ക് വേണമെന്ന് ആർക്കും വേണ്ടാത്തൊരച്ഛനെ എന്നൊരു കവിത ഞാൻ വായിച്ചിട്ടുണ്ട്. ആർക്ക് വേണമെന്ന് ആർക്കും വേണ്ടാത്തൊരച്ഛന്. ആ അച്ഛന്മാരാണ് ഇവിടെയുള്ള ഭൂരിഭാഗം. ആ അച്ഛന്മാർക്ക് വേണ്ടി ഒരു തുള്ളി കണ്ണീര് നമുക്ക് കൊടുക്കാം. കേട്ടല്ലോ, ഒരു അച്ഛന്റെ ദുഃഖം ഇദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് അല്ലെ. പല അച്ഛന്മാർക്കും ഇതെല്ലാം റിലേറ്റ് ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നു, പ്രത്യേകിച്ച് പ്രവാസികളായിരുന്നവർക്ക്. തന്റെ നല്ല കാലം മുഴുവനും കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ട് ഒടുവിലെല്ലാം അവസാനിപ്പിച്ച് നാട്ടിൽ വരുമ്പോൾ ഭാര്യയിൽ നിന്നും മക്കളിൽ നിന്ന് പോലും പട്ടി വില കിട്ടിയ എത്രയോ പ്രവാസികൾ നമുക്ക് ചുറ്റുമുണ്ട്. മക്കൾക്ക് മക്കളുടേതായ ജീവിതം ഉണ്ടാവാം, പക്ഷെ അതിനിടയ്ക്ക് തങ്ങളെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ ഇടയ്ക്കെങ്കിലും ഒന്ന് ഓർക്കാനും അവര് മൊത്തം സമയം ചെലവഴിക്കാനും ശ്രമിക്കുക എന്നുള്ളതാണ്. അത്രയൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ടാവുന്നുള്ളൂ. ഇനിയുള്ള കാലത്ത് അത്രയൊക്കെ പ്രതീക്ഷിക്കാനേ കഴിയുകയുള്ളൂ. കാരണം കാലം മാറി വരികയല്ലേ. പണ്ടത്തെ പോലുള്ള മാതാപിതാക്കൾ മക്കൾ സെന്റിമെന്റ്സ് ഒന്നും ഇനി ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. പണ്ട് മക്കൾക്ക് വേണ്ടി മാത്രമാണ് മാതാപിതാക്കൾ ജീവിച്ചിരുന്നത്. അതുപോലെ
തന്നെ മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ മക്കൾക്കും വലിയ കാര്യമായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. പുതിയ തലമുറ സ്വന്തം ജീവിതത്തിന് കൂടുതൽ പ്രാധാന്യം നൽകാൻ തുടങ്ങി കഴിഞ്ഞു. അതിപ്പോ പുതിയ തലമുറയിലെ മാതാപിതാക്കളാണെങ്കിലും മക്കളാണെങ്കിലും അങ്ങനെ തന്നെ. ഒരു കണക്കിന് നോക്കുമ്പോൾ നല്ലതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും അധികം കമ്മിറ്റ്മെന്റ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഭാവിയിൽ ഇതുപോലുള്ള വൈകാരിക പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.